29 വയസ്സുള്ളൂ. ഇവർക്ക് പീരിയഡ്സ് ഓൺലി വിത്ത് മെഡിസിൻ. അതായത് അവർക്ക് ഗുളിക കഴിക്കാതെ പീരിയഡ്സ് ആവുകയില്ല. ഒരു 10 കൊല്ലമായിട്ട്. അപ്പോൾ ഒരു കൊല്ലം വെയിറ്റ് ചെയ്താലും പീരിയഡ് ആവില്ല. അപ്പോൾ PCOSൻ്റെ അങ്ങേയറ്റം സിവിയർ കേസുകളാണിത്. അവർക്ക് ജനറലി സിംറ്റംസ് കൂടുതലായിരിക്കും. അപ്പോൾ അവർ ഒബീസ്, ഡാർക്കനിങ്, ആക്നെ, വോയിസ് ചേഞ്ച്, ഹെയർ, സിവിയർ ആങ്സൈറ്റി, സൈക്കാട്രിക് സിംറ്റംസ്, സൂയിസൈഡൽ ടെൻഡൻസി. ഇവർക്ക് 130 കിലോ. ഇവരെനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി. കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയാണെന്ന് നമുക്ക് സംശയം വരും. ശരിക്കും പുരുഷൻ്റെ രൂപമാണ്. നിറച്ച് ഹെയർ, ഇവരുടെ വോയിസ് ഡിഫറെൻറ്റാണ്, ഹെവി വെയ്റ്റും, പറഞ്ഞ പിഗ്മെൻറ്റേഷൻ. ഇവർ ഇച്ചിരി ഡാർക്ക്, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിറയെ പിഗ്മെൻറ്റേഷനും. പ്ലസ് അവർക്ക് ഭയങ്കര ഡിപ്രഷനും സോഷ്യൽ ഐസൊലേഷനും. കാരണം അവരുടെ ആ ശരീരത്തിൻ്റെ ഇതുകൊണ്ട് സോഷ്യലി അവർ ഐസൊലേറ്റഡാണ്. പീരീഡ് ഒരിക്കലും വരില്ല, മരുന്ന് കൊടുത്താൽ മാത്രമേ വരുള്ളൂ. ഇതൊക്കെ ഭയങ്കര കഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ ഫുഡിലൊക്കെ തീരെ കൺട്രോളില്ലാതെ, തീരെ മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത്രയും ഒരു സിവിയറിറ്റി. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ സൈക്കാട്രിക് സിംറ്റംസിൽ സൂയിസൈഡൽ ടെൻഡൻസി ++ എഴുതിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ കുറച്ച് കൗൺസിലിംഗ് ചെയ്തെങ്കിലും അവരതിൽ പിടിച്ച് നിന്നില്ല. പിന്നെ ഞങ്ങൾ അവരെ അഡ്വൈസ്ഡ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ ആസ് പേഷ്യൻ്റ് നോട്ട് വില്ലിംഗ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രോബ്ലം ഒത്തിരി കൂടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അവർ കോപ്പറേറ്റ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അവരെ സൈക്കാട്രിക് എന്ന് വെച്ചാൽ സൂയിസൈഡൽ ഇതുണ്ടെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. കാരണം അത് നമുക്ക് സേഫ്റ്റി ചെയ്ത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ PCO ഡയറി ഇത് പേഷ്യൻറ്റിന് കൊടുക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് കൗൺസിലിംഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിൽ പോലും വായിക്കാം എന്തുകൊണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ അവർക്കൊരു അവയർനെസ് വരും, എന്തൊക്കെ ചെയ്യണം, വെയിറ്റ് ഗെയിൻ എന്ത് ചെയ്യണം, ഡയറ്റ്, എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഇതിലിങ്ങനെ കോളമായിട്ടുണ്ട്. 20 വർഷത്തേക്ക് അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഇയർലി നോക്കുന്നത്, വേസ്റ്റ് അളക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ പീരിയഡ് അതുപോലെ ഇതണ്ട ഇങ്ങനെ കോളമായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വർഷത്തേക്ക് ഈ ബുക്ക് അവർക്ക് 20 വർഷം കീപ്പ് ചെയ്താൽ അവരുടെ ഒരു കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡാണ്. അപ്പോൾ ഇതെല്ലാ പേഷ്യൻറ്റും കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് അവരെടുത്ത മരുന്നുകൾ, IVF അങ്ങനത്തെ കാര്യങ്ങൾ, ലാപ്രോസ്കോപ്പിയുടെ എഴുതാം. അപ്പോൾ ഈ ഡയറി നമ്മളവർക്ക് കൗൺസിലിംഗ് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, കുറേ വർഷത്തേക്ക് അവരുടെ ഹെൽത്ത് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പീരിയഡ്സ് അവരുടെ വെയിറ്റുമായിട്ടുള്ള റിലേഷൻ അവർക്ക് ഇതിൽ കാണാം. ഒബ്ജക്റ്റീവായിട്ട് കാണുമ്പോൾ അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും അത് കീപ്പപ്പ് ചെയ്യാനായിട്ട്. അടുത്ത പേഷ്യൻ്റ് 36 വർഷം, UK നേഴ്സ്. അവർക്ക് പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ, ഫെയിൽഡ് IVF ഫ്രം UK. അതായത് അവർക്ക് ചിലവർക്ക് PCOS ഉള്ളവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വന്നു കഴിയുമ്പോൾ അവർക്ക് എളുപ്പം നിന്ന് പോകും മെൻസസ്. അപ്പോൾ അവർക്ക് ഡയബറ്റീസും തൈറോയിഡും പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ ഉണ്ട്. IVF UK ചെയ്ത് ഫെയിലായി, ഓൺ എഗ് ഇല്ല, വളരെ കുറച്ച് കിട്ടി, ക്വാളിറ്റി ഇല്ല, പിന്നെ അവർക്ക് കംപ്ലീറ്റ്ലി നിന്ന് പോയി. അപ്പോൾ 35 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഇപ്പം മെനോപോസ് സാധാരണ ഒരു 50-ലൊക്കെ വരുന്നത് 35-ൽ നിന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഡയബറ്റീസും തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം അഡ്മിറ്റഡ് ഫോർ 3 weeks കൺട്രോൾ ഡയബറ്റീസ്, PCOS ആൻഡ് ദെൻ ഡോണർ എഗ് IVF. പ്രഗ്നൻ്റ് ആയി കുട്ടി ഉണ്ടായെന്ന് എഴുതിയേക്കണം. അതായത് അവരുടെ സ്വന്തം എഗ്ഗ് തീർന്നു പോയതുകൊണ്ട് ഈവൻ 36 വയസ്സുള്ളെങ്കിൽ അവർക്ക് ഡോണർ എഗ്ഗ് വേണ്ടി വന്നു. അത് IVF ചെയ്ത് അവരുടെ ഡയബറ്റീസും PCOSും കൺട്രോൾ ചെയ്തിട്ട് ഭ്രൂണം വെച്ചപ്പോഴാണ് അത് പിടിച്ചതും. കുട്ടിക്ക് 2 വർഷമായി ഹെൽത്തി എന്ന് എഴുതിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. 27 വയസ്സ്, സെപ്പറേറ്റഡ്, PCOS, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇൻഫെർട്ടിലിറ്റി, റിലേഷൻഷിപ്പ് പ്രോബ്ലം. ഭർത്താവായിട്ട് ഭയങ്കര അടിപിടി ഉണ്ടായി, രണ്ടാൾ 2 സ്ഥലത്ത് നിൽക്കുന്നു. ആൾക്ക് കൗണ്ട് കുറവുണ്ട്, സെക്ഷുവാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ 2 പേർക്കും പ്രോബ്ലം. ഭാര്യയ്ക്ക് PCOS, ഭർത്താവിന് പോൺ അഡിക്ഷനാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന സാധനം. കാരണം ഭാര്യയുടെ അടുത്തുനിന്ന് ഒരു സഹകരണം കുറവാണ് സെക്ഷുവലി. ചിലവർക്ക് പെയിൻ, ചില ഇതില്ല, താല്പര്യമില്ല, ചിലവർക്ക് ഓർഗാസം ഇല്ല, പല ലെവലിലാണ്. അപ്പോൾ സ്ത്രീകൾ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴാണല്ലോ പുരുഷന്മാർക്ക് സന്തോഷം വരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഒത്തിരി പേര് പോണിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ 2 പാറ്റേൺ ഉണ്ട്. ഒന്ന്, പോൺ നേരത്തെ കണ്ട് അഡിക്റ്റ് ആയവർക്ക് ഭാര്യയോട് താല്പര്യമില്ല. അതല്ലെങ്കിൽ ഭാര്യ സഹകരിക്കാത്തത് കൊണ്ട് പോണിലേക്ക് പോയി അവിടെ പെട്ടുപോയ പുരുഷന്മാരുണ്ട്. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ ഭാര്യ ശരിയായി വരുമ്പോഴത്തേക്ക് ഇവർക്ക് താല്പര്യമില്ല, അവർ പോണിൻ്റെ ഇതിലേക്ക് പോയി. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് കപ്പിളുണ്ട്. കാരണം ഈ പുരുഷന്മാർ കോമൺ ആയിട്ട് പറയുന്ന സാധനമുണ്ട്, ഇവള് ഒന്ന് സമാധാനമായിട്ട് നിന്നാലല്ലേ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവൾക്ക് എപ്പോഴും കുറ്റപ്പെടുത്തലും ദേഷ്യവും ആണ്. പിന്നെ നമ്മൾ തൊടാൻ ചെന്ന് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ എറിയും. ഇത് കോമൺ ആയിട്ട് പുരുഷന്മാർ പറയില്ല, കൈ കൊണ്ട് ചെറുതായിട്ട് എറിയും. അപ്പോൾ കുറച്ചൊക്കെ ട്രൈ ചെയ്യും,
കുറെ കഴിയുമ്പോൾ അവർക്ക് മനസ്സും അടുത്ത് അവർ എന്തെങ്കിലും അഡിക്ഷനിലേക്ക് പോവും. പിന്നെ അവർ പതുക്കെ പതുക്കെ അവർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. പിന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡിവോഴ്സ് ആവും. ചിലവർക്ക് മുള്ളിത്തെറിച്ച് എങ്ങനെയെങ്കിലും ഒരു കൊച്ചോ 2 കൊച്ചോ ഉണ്ടാവും, അവർ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് സഫർ ചെയ്യും. ഇതൊരു കോമൺ പാറ്റേൺ ആണ്. ഇവർക്ക് ചെയ്തത് നമ്മൾ കപ്പിൾ തെറാപ്പിയാണ്. രണ്ടാളും വില്ലിംഗ് ആയിരുന്നു. ഇവർ താമസിച്ച് ഇവരുടെ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, സെക്ഷുവൽ കൗൺസിലിംഗ്, സെക്സ് തെറാപ്പി, ആങ്സൈറ്റിക്ക് CBT, PCOന് CBT എല്ലാം ചെയ്ത് ഇവർ രാജിയായിട്ടുണ്ട്. രണ്ടാളും കൂടെ ഒരുമിച്ച് അത്യാവശ്യം ഇതായിട്ടുണ്ട്. അപ്പോൾ അവർ ഓൺ ദ പാത്ത് വേ, ദേ ഗെറ്റ് ബെറ്റർ. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈവൺ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ് വന്ന കപ്പിൾസിൽ ഡിവോഴ്സിന് ഫയൽ ചെയ്ത് 2-3 പേര് ഇവിടെ വന്നിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാർ കുറേ പേര് ശരിയായി. ബേസിക്കലി അവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കി, സെക്ഷുവൽ ഇത് ശരിയാക്കുമ്പോൾ അവർ PCO ഇതൊക്കെ പോണ്ടി അഡിക്ഷനും ഇതും വജാനിസ്മസ് ട്രീറ്റ്മെൻറ്റും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ PCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതായത് മറ്റൊരു അവിടെ വേറൊരു രോഗം തന്നെ ഫോം ചെയ്യുകയാണ്, നല്ലോണം എഫക്ട് ചെയ്യും. അത് അധികം ആൾക്കാർ അക്നോളജ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം സ്ത്രീകൾ അവരെ ഭയങ്കരമായിട്ട് അക്യൂസ് ചെയ്യും, ദേഷ്യം വരും. കാരണം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് താല്പര്യം തോന്നുന്നതും അറൗസൽ തോന്നുന്നതും ഒരു ഫെമിനൈൻ പെണ്ണുങ്ങളോടാണ്. ഐ മീൻ ലൈക്ക് പെണ്ണുങ്ങൾ പെർട്ടിക്കുലർ രീതിയിലാവണം എന്നല്ല ഞാൻ പറയണേ. പക്ഷെ നമുക്ക് ഓവർ ദ ടൈം പീരിയഡ് സ്ത്രീകൾ ഓൾമോസ്റ്റ് പുരുഷന്മാരുടെ പോലെയായി. എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ചെയ്യാം, ഈക്വാളിറ്റീനെ കുറിച്ചല്ല ഞാൻ പറയണത്. നമ്മൾ ഡ്രസ്സിങ് ഫെമിനൈൻ, ആക്ടിങ് ഫെമിനൈൻ, ബിഹേവിങ്, വാക്കിംഗ്. ഈ ഫെമിനൈൻ എന്ന് പറയുന്നത് ഒരു സബ്മിസീവ്നെസ്സോ വീക്ക്നെസ്സോ അല്ല, അത് സ്ത്രീകൾ തിരിച്ചറിയണം. നേച്ചറാണ്. അതൊരു ഫെമിനൈൻ ആകുമ്പോൾ നമ്മൾ കൂടുതൽ പവർഫുൾ ആവുക, ബാക്കിയുള്ളവരവിടെ വീഴും. സോ യു ആർ നോട്ട് ബിക്കമിങ് വീക്കർ ഓർ സബ്മിസീവ് ബൈ ബീങ് ഫെമിനൈൻ. അത് മാത്രമല്ല, നമ്മൾ സുന്ദരിയാണ്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ശരീരം നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതിലാണ് സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യണം, അതിൽ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യും. നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിറങ്ങിയ ഗുഡ് ഹെയർ ഡേ ബാഡ് ഹെയർ ഡേ പോലെ. അപ്പം നമുക്ക് തന്നെ നല്ല ഫീലിംഗ് ഉണ്ടാവും, കോൺഫിഡൻസും സെൽഫ് എസ്റ്റീം കൂടും. അപ്പം ഇവിടെ കൗൺസിലിങ്ങിൽ പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ടീച്ചിങ് ദം ഹൗ ടു ബി ഫെമിനൈൻ, അതായത് ഹൗ ടു ലവ് ദെയർ ബോഡി. അപ്പോൾ അതിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, സെൽഫ് ഗ്രൂമിങ്ങിനും ഒരുങ്ങാനും ഇതിനൊക്കെ. പണ്ട് ആൾക്കാർ അതിന് ചെയ്തിരുന്നത് പോയി. പിന്നെ വേറൊന്ന്, രണ്ടാളും കണക്റ്റ് ആവണം. 2 പേരും ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ കണക്ഷൻ എങ്ങനെ വരാനാ? ഒരാൾ PCOS, ഒരാൾ പോൺ അഡിക്റ്റും വജാനിസ്മസും ഇൻഫെർട്ടിലിറ്റിയും. ഞങ്ങളിത് എങ്ങനെ ശരിയാക്കണം? അപ്പം നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ 2 ആളും ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ചെയ്യണത് പോൺ ഡി അഡിക്ഷൻ മാത്രമല്ല, ഫോൺ ഡി അഡിക്ഷനും കൂടെയാണ്. ഫോണൊക്കെ മാറ്റി വെച്ച് ജോലി, അമ്മായിപ്പനും നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സും മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് മുഖത്തോട് മുഖം നോക്ക്. നിങ്ങൾ ഇത്തിരി നേരം ഇരുന്ന് മിണ്ട്. നിങ്ങൾ കുറച്ച് അപ്പം ഇവിടെ കപ്പിൾ എക്സസൈസ് ചെയ്യിപ്പിക്കും, 2 ആളെയും കൂടെ ചേർത്ത് എക്സസൈസ് ചെയ്യിപ്പിക്കും. അപ്പം അവർ തമ്മിലുള്ള കണക്ഷൻ തിരിച്ചു വരും. അപ്പോൾ പോണ്ട ഇതിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ കല്യാണം വേണ്ട എന്നുള്ള അവസ്ഥയല്ലേ. പക്ഷേ ഇതൊക്കെ വേണം. നമ്മൾ ഹ്യൂമൻസ്, നമുക്ക് പങ്കാളികൾ വേണം. വി നീഡ് ഇൻറ്റിമസി. നമുക്ക് ഭക്ഷണം പോലെ അല്ലെങ്കിൽ വീട്, സെക്യൂരിറ്റി പോലെ അതിൻ്റെ അടുത്ത ലെവലിൽ നമുക്ക് സ്നേഹം, ഇൻറ്റിമസി നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. വി നീഡ് ദാറ്റ്. അപ്പം നമുക്കൊരു പങ്കാളി വേണം. കല്യാണം ആയാലും ലിവിനായാലും എന്തെങ്കിലും ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയാലും പങ്കാളി ഉള്ളതാണ് ഒരു അഡൾട്ടിന് നല്ലത്. വി ഫീൽ സെക്യൂർ ആൻഡ് സേഫ്. ആൻഡ് ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിലും അവർക്ക് മാതാപിതാക്കന്മാർ വേണം. എത്ര വ്യത്യാസം ഉണ്ടെങ്കിലും ദേ ഷുഡ് ഹാവ്. ടോക്സിക് അല്ലാത്ത റിലേഷൻഷിപ്പ് നമ്മൾ റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണതാണ് നല്ലത്. ടോക്സിക് ആയിട്ടുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മാറ്റണം. അപകടകരമായുള്ളത് ഒരുമിച്ച് വേണ്ട. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഫോണുമായിട്ടല്ല സെക്സ് വേണ്ടത്. റോബോട്ട്സ് അല്ല നമ്മൾ ഹ്യൂമൻസ് ആണ്. നമ്മളപ്പോൾ തിരിച്ച് കണക്റ്റ് ആവണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എഫേർട്ട് ഞാൻ ഈ ഫീൽഡിൽ ഇടുന്നത്, ആൾക്കാർ കണക്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പഴയ കാലത്തേക്ക് കൊണ്ടുപോകാൻ, പഴയ ടൈം ട്രാവൽ ചെയ്യാൻ. എന്ത് തോന്നുന്നു രാമന്? സക്സസ്ഫുൾ ആവുമോ? ഓ അല്ലെ, വീഡിയോ കണ്ടിട്ട് തന്നെ റീകണക്ട് ആയെന്ന് പറഞ്ഞ ഒരുപാട് പേഷ്യന്റ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതാണ് പ്രോബ്ലം എന്ന് മനസ്സിലായാൽ തന്നെ കുറെ പേർക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് അതായത് നമ്മളിപ്പോ ഞാൻ നേരിട്ട് കാണുന്നത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് നമ്പറിന്. പക്ഷെ വീഡിയോ റീച്ച് ഒരുപാട് കൂടുതലായതുകൊണ്ട്
ഒത്തിരി പേര് അവരുടെ സെക്ഷൽ കണക്ഷൻ ശരിയാവുന്നുണ്ട്, പോണെന്ന് വിട്ട് മാറുന്നുണ്ട്, PCOS അവർ ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഐ മീൻ അത്രയും നമുക്ക് സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റിയ ഇറ്റ്സ് എ ബിഗ് തിങ്.